ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മുളക് പൊടി. ഇത് മുളക് ഇതിൽ കൂടെ ചതച്ച് ചേർക്കാനുള്ളതാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ മസാല അത് വീട്ടിൽ പൊടിച്ചതാണ്. എല്ലാം കൂടെ മേടിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ഇട്ട് പൊടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ട് റെഡിയാക്കാം. നമ്മൾ ഈ രൂപത്തിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്രഷ് ചെയ്തെടുത്തത് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് 1 മണിക്കൂർ നമ്മളിതിനെ മുളക് പിടിക്കാൻ വയ്ക്കണം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. പച്ചവെള്ളം ഒഴിച്ച് കുഴയ്ക്കരുത്, കുറച്ച് എണ്ണ ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 1 മണിക്കൂറത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിത് ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്, അപ്പോൾ പെട്ടെന്നാവും. അപ്പോൾ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. നമുക്കൊരു അരമണിക്കൂറോളം വയ്ക്കാം. പുറത്താണെങ്കിൽ 1-1.5 മണിക്കൂറോളം വെച്ചിരിക്കണം. ഫ്രിഡ്ജിലായതുകൊണ്ട് ഒരു അരമണിക്കൂറോളം മതി. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ പാന് ചൂടായി, കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അരമണിക്കൂറിൽ കൂടുതലായി ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് തീ കുറച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. ഇതിനെ ചെറിയ തീയിലിട്ട് നമുക്ക് അടച്ചൊന്ന് വെച്ച് കൊടുക്കാം. ഇട്ട് കൊടുക്കണം. ഹായ് ഗെയ്സ്, ഇത് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ.